പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീടിന് തീപിടിച്ചതായിട്ടുള്ള വാർത്ത അടുത്തിടെ കണ്ടിരുന്നു. ശരിക്കും അത്രയും അപകടം പിടിച്ചതാണോ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊതുവെ അപകടം കുറവുള്ള കാറ്റഗറി പെട്ടതാണ്. പക്ഷേ പവർ ബാങ്ക് ഇസ് ഡിഫറെൻറ്റ്. കാരണം എന്ന് വെച്ചാൽ പവർ ബാങ്കിൻ്റെ ഒരു ബൈ പ്രിൻസിപ്പിൾ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്തൊരു ഇലക്ട്രോളിറ്റിക് സെല്ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ലിഥിയം ആണ് പ്രധാനമായിട്ട് അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എപ്പോഴും കുറ്റമറ്റതാവണമെന്നില്ല. അത് പ്രോപ്പർലി ഡിസൈൻഡ് ഒക്കെ ആണെന്ന് നല്ല കമ്പനിയുടെ ഒക്കെ ആണെന്ന് സ്റ്റാൻഡേർഡ് ഉള്ളതാണെങ്കിൽ ഓക്കെ ആയിരിക്കാം. അല്ലാതിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഗ്യാസസ് ഒക്കെ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഗ്യാസസ് ഒക്കെ ഉണ്ടാവും. അത്തരം ഗ്യാസ് ഇതിനകത്തുള്ള ചില കോമ്പാക്ട് ഏരിയകളിൽ ശരിക്കും അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രഷർ റീജിയൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സ്വെല്ലിംഗ് ഉണ്ടാവും, ഈ ബാറ്ററിക്ക് സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ പ്രഷർ ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഡ് ചെയ്യാം. സാധാരണ പവർ ബാങ്ക് ഉപയോഗിക്കുന്നതിലൊക്കെ ഈ ഒരു സ്വെല്ലിംഗ് കാണാറുണ്ട്. അതെ, അതൊക്കെ അപകടമാകാൻ സാധ്യതയുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ പവർ ബാങ്കിൽ നിന്ന് ഈ ചാർജ് വെളിയിലേക്ക് വേറൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു പോർട്ടിൽ കൂടിയാണ്. പോർട്ട് എപ്പോഴും ആ പോർട്ടിന് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകളിൽ എന്തെങ്കിലും മെറ്റൽ പാർട്സ് ലൈക്ക് ബ്ലേഡ്, പിന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ ക്ലിപ്പുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റൽ പാർട്സ് അവിടെ വന്ന് അതിനോട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൂടിയ അളവിലായതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല ഇലക്ട്രിക് ആർക്കിംഗ് ഉണ്ടാവും. ഈസി ആയിട്ട് തീ പിടിക്കാം. അപ്പോൾ അതുകൊണ്ട് പവർ ബാങ്ക് യൂസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികളുടെ മാത്രം ഉപയോഗിക്കുക. സ്വെല്ലിംഗ് കണ്ടാൽ പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുക. പവർ ബാങ്ക് ഒരിക്കലും മെറ്റൽ ഓബ്ജക്ട്സിൻ്റെ കൂടെ ഇട്ട് വയ്ക്കാതിരിക്കുക, കൊണ്ട് നടക്കാതിരിക്കുക. പിന്നെ പവർ ബാങ്ക് ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഈ വളരെ പെട്ടെന്ന് ഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ലൈക്ക് ബെഡ്, കാർപ്പറ്റ്, ക്ലോത്ത്സ്, അങ്ങനെയുള്ള സാധനങ്ങളുടെ മീതെ വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ ഇത് ഒരു എനർജി കൺവേർഷൻ ആണല്ലോ. ഇലക്ട്രിക്കൽ എനർജി ചാർജ് ചെയ്യുമ്പോൾ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തിരിച്ചും കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് തിരിച്ചു വരും. പക്ഷേ അങ്ങനെ ഇത് രണ്ട് ചെയ്യുമ്പോഴും ഈ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിരിക്കില്ല. കുറച്ച് എനർജി ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. കുറച്ച് ചൂട് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ ചൂട് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് പിടിച്ചാൽ കുഴപ്പമുള്ള സാധനങ്ങളുടെ അടുത്ത് കൊണ്ടുവച്ചത് ഉപയോഗിക്കരുത്. അപ്പോൾ അതുകൊണ്ട് പവർ ബാങ്കിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് പവർ ബാങ്ക്. പക്ഷേ അതിനകത്ത് ഈ ഇലക്ട്രോണിക് ഉപകരണം എന്നുള്ളതിലുപരി കൂടിയ അളവിലുള്ള ഇലക്ട്രിസിറ്റിയും അതിൽ ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ആർക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്പാർക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതും ഈ ഗ്യാസ് അക്യുമുലേറ്റ് ചെയ്ത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത ഒക്കെ ഉള്ളത് കൊണ്ട് മറ്റുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെ പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ അതിനകത്തുണ്ട്. മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ ഇതേ പ്രശ്നം വരുന്നു. അല്ലെ, മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ മൊബൈൽ ഫോണിന് ബാറ്ററി ഉണ്ടല്ലോ. ആ ബാറ്ററിയിൽ നമ്മൾ പിന്നെ എനർജി സ്റ്റോർ ചെയ്യുകയാണ്. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അത് സെയിം തിങ്. പക്ഷേ പവർ ബാങ്കിനകത്ത് കുറച്ച് കൂടിയ അളവിലായിരിക്കാം. കാര്യം ഈ ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഓഫ് എനർജി അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി അത്രയും ഇല്ലെങ്കിലും അപ്പോഴും ഈ ബാറ്ററി കറക്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർലി ഡിസൈൻഡ് ആൻഡ് പ്രോപ്പർലി മാനുഫാക്ചേർഡ് അല്ല എങ്കിൽ അത് അപകടം തന്നെയാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കണം.